പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സംസ്ഥാന ഇതര പിന്തുണ തുടരുന്നതിന്റെ പുതിയ തെളിവുകൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ ഒരു പുതിയ ശ്രമം നടത്തുകയാണ്. അങ്ങനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാന് പിന്നെ ഒരു രാജ്യത്തു നിന്നുമുള്ള ഒരു സഹായമോ അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്നടക്കമുള്ള ഒരു സഹായമോ ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്ന് വാദിക്കാൻ ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായ വിരുദ്ധ നിരീക്ഷണ സംഘത്തിന് മുന്നിൽ ഇന്ത്യ വീഡിയോസും ഡോക്യുമെന്ററി തെളിവുകളും അതോടൊപ്പം തന്നെ പേപ്പർ തെളിവുകളുമെല്ലാം അവതരിപ്പിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ ശക്തിപ്പെടുത്തിയതായും ഭീകരവാദ ധനസഹായം തടയുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായും അംഗരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്ന് 2022 ഒക്ടോബറിൽ പാകിസ്ഥാനെ FATF ഗ്രേ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. FATF ഗ്രേ ലിസ്റ്റിലുള്ള രാജ്യങ്ങൾ കൂടുതൽ നിരീക്ഷണത്തിലാണ്. തന്ത്രപ്രധാനമായ പോരായ്മകൾ പരിഹരിക്കുന്നതിൽ സുസ്ഥിരമായ പുരോഗതി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും സമീപകാല സംഭവവികാസങ്ങൾ പാകിസ്ഥാനിൽ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിൽക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വാദിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പിന്തുണയോടെ പ്രവർത്തിക്കുന്നത് തുടരുന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പാകിസ്ഥാനിലുടനീളം ഒന്നിലധികം ഭീകര ക്യാമ്പുകളുടെ സാന്നിധ്യം ഓപ്പറേഷൻ സിന്ദൂർ വെളിപ്പെടുത്തിയതായും വൃത്തങ്ങൾ പറയുന്നുണ്ട്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന കേന്ദ്രങ്ങൾ സൈനിക നടപടിയിൽ നശിപ്പിക്കപ്പെട്ടെങ്കിലും പൊതുജനങ്ങളുടെ ധനസമാഹരണത്തിന്റെയും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഉള്ളിൽ ഉള്ള ഒരു ഘടകങ്ങളുടെ പിന്തുണയോടെയും സഹായത്തോടെയും ഈ ക്യാമ്പുകൾ പലതും പിന്നീട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഇന്ത്യൻ ഏജൻസികൾ അവകാശപ്പെടുന്നുണ്ട്. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇന്ത്യ ഈ കണ്ടെത്തലുകൾ FATFന് മുന്നിൽ വയ്ക്കുമെന്നാണ് പ്രതീക്ഷ. വാഷ്ഡോഗുമായുള്ള ഇന്ത്യയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്ന ഒരു സംഭവ വികാസത്തിൽ വിവേക് അഗർവാളിനെ ജൂണിൽ FATFന്റെ വൈസ് പ്രസിഡന്റായി നിയമിച്ചു എന്നതാണ് ശ്രദ്ധേയം. വാഷ്ഡോഗിന്റെ അവലോകന പ്രക്രിയയിൽ ഏറ്റവും പുതിയ തെളിവുകൾക്ക് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന് ഒട്ടനവധി സഹായങ്ങൾ, സാമ്പത്തികമായ സഹായങ്ങൾ അമേരിക്ക ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ അമേരിക്ക പറഞ്ഞൊരു കാര്യമാണ്, തീവ്രവാദത്തെ ഒന്നും തന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് പാകിസ്ഥാനോട് പറഞ്ഞതാണ്. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ നിങ്ങൾക്ക് നമ്മൾ ലോൺ തരത്തില്ല, അല്ലെങ്കിൽ പണം ധനസഹായം തന്ന് സഹായിക്കില്ല എന്ന് അമേരിക്ക പാകിസ്ഥാന് മുമ്പാകെ തുറന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അന്ന് പാകിസ്ഥാൻ പറഞ്ഞത് ഇല്ല, നമ്മൾ തീവ്രവാദത്തെ ഒന്നും സഹായിക്കില്ല, നമ്മൾ പാകിസ്ഥാൻ സർക്കാർ അവരുടെ ജനങ്ങളെ മാത്രമേ ഇനി സഹായിക്കത്തുള്ളൂ, പാകിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും അവിടുത്തെ വികസനത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഈ ലോൺ എടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ലോൺ എടുക്കുന്ന പണം നമ്മൾ വിനിയോഗിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയെ പറ്റിച്ച് വഞ്ചിച്ചു, ചതിച്ചു. അങ്ങനെ ആ പാകിസ്ഥാന്റെ വിശ്വാസത്തിൽ, ഷഹബാസ് ഷെരീഫിന്റെ വിശ്വാസത്തിൽ, ആ പറച്ചിൽ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അമേരിക്ക കോടിക്കണക്കിന് രൂപയുടെ പണം ഇവർക്ക് ലോണായിട്ട് ധനസഹായമായിട്ട് നൽകി. അത് ഇന്ത്യ അമേരിക്കയോട് പല പ്രാവശ്യം പറഞ്ഞതാണ്, കൊടുക്കരുത് പാകിസ്ഥാന്, കാരണം പാകിസ്ഥാൻ തിരിഞ്ഞു കുത്തും, കാരണം പിന്നിൽ നിന്നും കുത്തുന്ന ഒരു സ്വഭാവമാണ് പാകിസ്ഥാന്. പക്ഷെ അമേരിക്ക അവിടെ കേട്ടില്ല. അങ്ങനെ പൈസ കിട്ടിയ സ്പോട്ടിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ പൈസ പണം എടുത്ത് കൊടുത്തത് ജെയ്ഷെ മുഹമ്മദിനാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്, അതായത് പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ആ ഒരു ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയപ്പോൾ ആദ്യം ഈ പാക് അധീന കാശ്മീരിലൊക്കെ ക്യാമ്പ് ചെയ്തിരുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ സ്കൂളുകൾ, അതോടൊപ്പം തന്നെ തീവ്രവാദ ടീമുകൾ, അതോടൊപ്പം തന്നെ തീവ്രവാദ കെട്ടിടങ്ങൾ, അതെല്ലാം തന്നെ ഇന്ത്യ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അതെല്ലാം വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം തീവ്രവാദ സംഘടനകൾക്ക് ഉണ്ടായി, ജെയ്ഷെ മുഹമ്മദിന് അടക്കമുണ്ടായി. അപ്പോൾ അതൊക്കെ പുനർനിർമ്മിക്കാനും ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അതൊക്കെ നികത്താൻ വേണ്ടി ഈ പണം പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ആ തെളിവുകളെല്ലാം കൂടെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യ ഇനിയിപ്പോൾ FATFൽ പറയാൻ പോകുന്നത്, പാകിസ്ഥാൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്, അതിൽ നിന്നും പാകിസ്ഥാൻ പിന്തിരിയില്ല. കാരണം പാകിസ്ഥാൻ പറയുന്നതല്ല അവിടെ അവസാന വാക്ക്, അതായത് ഷഹബാസ് ഷെരീഫോ അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ അസീം മുനീറോ പറയുന്നതല്ല അവസാന വാക്ക്, അവിടെ ISI പറയുന്നതാണ്. പാകിസ്ഥാന്റെ ISIയും അതോടൊപ്പം തന്നെ മറ്റ് തീവ്രവാദ സംഘടനകൾ എന്താണോ പറയുന്നത് അതാണ് അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യവും ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി FATFൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക സഹായമോ മറ്റ് ആയുധ ഇടപാടുകളോ ഒന്നും തന്നെ ഒരു ലോകരാജ്യവും പാകിസ്ഥാൻ നൽകരുത് എന്ന ഒരു ശക്തമായ തെളിവുകൾ, അത് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ കൈകൾ, പാകിസ്ഥാന്റെ കരങ്ങൾ എത്രയൊക്കെയാണ് എന്ന്
തുറന്നു കാണിക്കുന്ന ഒരു നിർണായകമായ നീക്കത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ FATF-ൽ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റ് ലോകരാജ്യങ്ങൾ ആരെങ്കിലും പാകിസ്ഥാനെ സഹായിച്ചാൽ അവരും ഈ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ അവർക്കും ഒരു സാമ്പത്തിക സഹായവും ലഭിക്കുകയില്ല എന്നതാണ് ഏറ്റവും പ്രധാനം.